ലച്ചൊക്കെ അവിടെ കിടന്ന് ചാടുന്ന നോക്കി. ഇതേ കുഞ്ഞു ചാടുന്ന നോക്കി. ഫ്രീഫാളിനോട് താല്പര്യമുണ്ടോ? ഇല്ല. ഹെലികോപ്റ്ററിനെ വേണ്ടി ചാടാൻ ഇല്ല. ഞാനൊരു അഡ്വഞ്ചർ പേഴ്സൺ അല്ല ബ്രോ. എനിക്ക് ഹൈറ്റോഫോബിയ. എനിക്ക് നല്ല നല്ല ഹോളിഡേ ലൊക്കേഷനിലൊക്കെ പോയി ഇങ്ങനെ ഇരിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡ്. എനിക്കൊരു ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു ഇങ്ങനെയുള്ള അഡ്വഞ്ചറിനോടൊന്നും വലിയ താല്പര്യമില്ല എനിക്ക്. പക്ഷെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി ഇരിക്കാനൊക്കെ ഇഷ്ടമാണ്. ഇപ്പം കുഞ്ഞൂസിനെയൊക്കെ കൊണ്ടുപോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതാകുമ്പം അവരെൻജോയ് ചെയ്യുമല്ലോ. കുഞ്ഞൂസ് എനിക്കൊന്ന് കുറച്ചുകൂടെ ഒരു അഡ്വഞ്ചർ ഇത് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരിതാണ്. കാരണം അവർക്ക് ഇപ്പോഴേ എല്ലായിടവും വലിഞ്ഞു കയറാനും എല്ലാം ഒരിതുണ്ട്. പക്ഷേ നല്ല കാരണം ഒത്തിരി ഉണ്ട്. ഇതിലിപ്പം ഞങ്ങൾ എടുത്തേക്കുന്ന പാക്കേജിൽ ഈ സിപ്പ് ലൈൻ ഇല്ല കേട്ടോ. സിപ്പ് ലൈനും എല്ലാം കൂടെ വരുന്ന പാക്കേജ് എടുക്കുമ്പോൾ 40 യൂറോയാണ്. ഞങ്ങളെടുത്ത പാക്കേജും അത്യാവശ്യം നല്ല പാക്കേജാണ്. ഞങ്ങൾ കുറേ എൻജോയ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു ഡേ ഇവിടെ ഫുള്ള് സ്പെൻഡ് ചെയ്യാം. അതുപോലെ അൺലിമിറ്റഡ് ആണ്. പിന്നെ ഇവിടെ വരുവാണെങ്കിൽ പിള്ളേരെ നമുക്ക് ഇവിടെ കുറേ കളിപ്പിച്ചിട്ട് കോഫി കുടിക്കാം. ഇല്ലേ, നമ്മൾ കയറിയ സ്ഥലത്ത് അപ്പോൾ അവിടെയൊക്കെ ഫുഡൊക്കെ കഴിക്കാം. അങ്ങനെ അതെല്ലാം എൻജോയ് ചെയ്യാം. ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യാം. ഒരു നല്ല വെയിലുള്ള ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് സ്പെൻഡ് ചെയ്യാം. ഫ്രണ്ട്സ് ഇനി നമ്മൾ അടുത്തൊരു ഏരിയയിൽ പോകണം. എയറോ ബോൾ എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് ഈ ഇപ്പം നെറ്റ് പാർക്ക് പോലെ തന്നെ, പക്ഷെ അതിനകത്ത് ബോൾ ഇട്ട് കളിക്കാം. നമുക്ക് പോയി നോക്കാം കേട്ടോ. ദേ കിടന്ന് ചാടുന്നു. ബോളിന്റെ കൂടെ ഉരുണ്ട് പോയി. ഇങ്ങോട്ട് തട്ടറി. അവിടെ നിന്ന് ഇങ്ങോട്ട് അടിച്ചേ. എനിക്ക് പോവാം. ലച്ച ഇവിടുന്ന് വീഴാതെ പോവാണേ. പതുക്കെ ജയിച്ചു. അയ്യോ, എല്ലാം പറഞ്ഞു. എല്ലാത്തിനും മണ്ടേ കൂടെ വീടല്ലേ. കുഞ്ഞു ഹെൽപ്പ് മീ. ഞങ്ങളിവിടെ കിടക്കുവാണ്. ശരിക്കും നല്ല ഈ കട്ടിലിന്റെ ഇതിലൊക്കെ കിടക്കുന്നവരെ. ബീച്ചിലല്ല, മറ്റേ വെള്ളത്തിലില്ലേ, വെള്ളത്തിൽ ഇങ്ങനെ ഇതായി കിടക്കുന്നതാണ്. കൊള്ളാം. കൊലിങ്ങ നല്ല രസമുണ്ട്. ഇങ്ങനെ എടുക്കാനുണ്ട്. വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. ഫ്ലോട്ട് ചെയ്ത് The wipers on the bus go swish, 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 swish. The wipers on the bus go swish, swish, swish. Na na na. The door on the bus goes open and shut, open and shut. ആർക്കാ ഇങ്ങനത്തെ ജോലി ഭയങ്കര ഇഷ്ടമാണ്? പാട്ടുപാടാൻ അറിയാമോ? അറിയത്തില്ല. A monkey and a chicken. I don't know what bus is what country are you from? Where are you from? Wexford. I don't know what bus is now. Because you're driving to Wexford. And we know chicken. The people on the bus go. Oh no, the babies on the bus go. നല്ല വൈബ് അല്ലേ? അടിപൊളി വൈബ് അല്ലേ? ജോൻ അവിടെ വൻ ഡാൻസ് കേട്ടോ. Jumps. He went bounce, bounce here and a bounce, bounce here. Here a bounce there. Right, everywhere bounce, bounce. Oh my God! What other animals did he have on the park? A cat. We didn't do the cat. മൈക്കിൾ ജാക്സന്റെ സ്റ്റെപ്പാണ്. ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടെ കഴിക്കാൻ കയറി കേട്ടോ.
എല്ലാവരും കഴിക്കാനായിട്ടിരിക്കുക. എടുക്കാം. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫുള്ള് വൈബാണേ. പുറത്ത് പാട്ടും എല്ലാവരും ഇരുന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യുക കേട്ടോ. വെതർ നന്നായിട്ട് ഫുൾ വൈബിലിരിക്കും ആൾക്കാരെല്ലാം. Together standing tall, shoulder to shoulder, we'll answer island's call. ഫ്രണ്ട്സ്, ഈ ബർഗർ കഴിക്കുമായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ബർഗർ കേട്ടോ. ഗ്രില്ല് ചെയ്ത് ബർഗർ ആയതുകൊണ്ടായി ബീഫൊക്കെ ഭയങ്കര ടെൻഡറായിട്ട് നല്ല സോഫ്റ്റായിട്ട് സൂപ്പറായിട്ടുണ്ടല്ലേ ബ്രോ? ഫുഡ് എങ്ങനെയുണ്ട്? നമ്മുടെ സ്ട്രീറ്റ് ഫുഡിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് അല്ലേ? അല്ല ഫ്രണ്ട്സ്, അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പം നമ്മൾ ഇങ്ങോട്ട് നടക്കുവാണ് കേട്ടോ. നല്ല വെതർ ആയതുകൊണ്ട്. വെസ്റ്റ് പോർട്ട് ഹൗസ് എന്ന് പറഞ്ഞുള്ള അത് ഞങ്ങൾ കണ്ടില്ല. ഇതെല്ലാം വെസ്റ്റ് പോർട്ട് ഹൗസിൻ്റെ കോമ്പൗണ്ടിൽ ആ പ്രോപ്പർട്ടിയിലുണ്ടായിരുന്ന ആക്ടിവിറ്റിയിലൊക്കെയാണ് ഞങ്ങൾ പോയത്. അപ്പം വെസ്റ്റ് പോർട്ട് ഹൗസ് ഞങ്ങൾ കണ്ടില്ല. അപ്പം അനൂപ് പറഞ്ഞു അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റുന്നു. അപ്പം നമ്മൾ അതും കൂടെ ഒന്ന് കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോകും കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വെസ്റ്റ് പോർട്ട് ഹൗസ് എസ്റ്റേറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് വെസ്റ്റ് പോർട്ട് ഹൗസ് എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് ഇങ്ങോട്ട് നടന്നപ്പോൾ ഒരു ഇച്ചിരി ദൂരെ നടക്കാവുള്ളൂ കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ച സ്ഥലത്ത് നിന്ന് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഫ്രണ്ട്സ്, ഇവിടുന്ന് ഒരു അടിപൊളി ലൊക്കേഷനാണ്. അയ്യോ കിടിലം. ഇതൊക്കെ ആ പാലവും സൂപ്പറായിട്ടുണ്ടേ. എന്ത് ഭംഗിയാണേ. അയർലൻഡിൽ ഓരോ ലൊക്കേഷൻസൊക്കെ പോകുമ്പോഴേ എന്ത് രസമാണ് കാണാനേ. ഓക്കെ, ആ സ്കൈയും ആ സണ്ണും എല്ലാം കിടക്കുന്നുണ്ടോ? അടിപൊളി. പോളി ഫ്രൈം. ഫ്രണ്ട്സ്, ഇവിടുത്തെ ആ ഒരു ആംബിയൻസ് ഒക്കെ കണ്ടോ? ഒരു രക്ഷയില്ല കേട്ടോ. ആ സൗണ്ട്, ആ വെള്ളം വീഴുന്ന സൗണ്ട് ഭയങ്കര റിലാക്സിങ് ആണ്. എനിക്കിങ്ങനത്തെ സൗണ്ട് ഭയങ്കര റിലാക്സിങ് ആണ്. എന്ന് വെച്ചാൽ മഴ പെയ്യുന്നതും ഇങ്ങനെ വെള്ളം വീഴുന്ന ഭയങ്കര ഹെവി ആയിട്ട് വെള്ളം വീഴുന്ന എനിക്കിഷ്ടമല്ല. പക്ഷേ ഇതെന്ന് വെച്ചാൽ അത്യാവശ്യം മൈൽഡായിട്ട് വീഴുന്ന ഒരു സൗണ്ടാണ്. നല്ല രസം ഇവിടെ വന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ. പിന്നെ ഈ പച്ചപ്പും ഇതൊക്കെ ആകുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. നല്ല കിട്ടില്ല ലൊക്കേഷൻ കേട്ടോ, ഒന്നും പറയല്ല. നല്ല അടിപൊളി ലൊക്കേഷൻ. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിരുന്ന് ബുക്സ് വായിക്കുകയും എന്ന് വെച്ചാൽ കാമായിട്ടിരിക്കേണ്ട ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം റിലാക്സ് ചെയ്ത് വെറുതെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ബുക്ക് വായിക്കുന്നവരുണ്ട്. അപ്പം നമുക്ക് ഉറക്കെ ഇങ്ങനെ സംസാരിക്കാനും ഒന്നും നമുക്ക് തോന്നത്തില്ല. ആ മരത്തിൻ്റെയൊക്കെ അവിടെ കിടന്നിട്ട് ആൾക്കാരിങ്ങനെ ബുക്കൊക്കെ വായിച്ചുകൊണ്ട് കിടപ്പുണ്ട് കേട്ടോ. അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട്. ഫ്രണ്ട്സ്, അപ്പം നമ്മളെന്തായാലും
ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം കേട്ടോ. അടുത്ത കിടിലം വീഡിയോ ആയിട്ട് കാണാം. നല്ലൊരു കിടിലം ട്രിപ്പായിരുന്നു ശരിക്കും. ഈ ഒരു ലൊക്കേഷനും നമ്മൾ ആക്ടിവിറ്റിയും എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്കും നല്ല രസമായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ അടുത്ത കിടിലം വീഡിയോ ആയിട്ടൊക്കെ കാണാം. അതുവരെ ബൈ ബൈ കേട്ടോ. നല്ല സൂപ്പർ പ്ലേസ് കേട്ടോ.